ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിൻസി ഡ്രൈവ് സ്കൂളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ സാധാരണ ഡ്രൈവൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഹമ്പുകളൊക്കെ ചവിട്ടി എടുക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ പലരിലും കണ്ടുവരുന്നുണ്ട്. വാഹനം ഓഫ് ആവുക, അല്ലെങ്കിൽ വാഹനം ഒരുപാട് നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുക, വാഹനം ചാടിപ്പോവുക, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ പലയിടത്തും പല രീതിയിലുള്ള ഹമ്പുകളായിരിക്കും. ഓക്കെ, ചിലയിടത്തെന്ന് പറഞ്ഞാൽ കുഞ്ഞ് ഹൈറ്റ് കുറഞ്ഞ ഹമ്പുകളായിരിക്കും. ഓക്കെ, അത്യാവശ്യം ഇട റോഡുകളൊക്കെ ആണെങ്കിൽ റോഡുകളിലൊക്കെ ഉള്ള ഹമ്പുകളാണെങ്കിൽ എന്താണ് ഹൈറ്റ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഒരു മെയിൻ റോഡിലൊക്കെ ഇന്ന് ഇട റോഡുകളിലേക്കുള്ളതോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ അടുത്തുള്ളതോ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ളതോ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അത്യാവശ്യം ഹൈറ്റ് കൂടിയ ഹമ്പൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് തന്നെ നമുക്ക് ഓരോ ഹമ്പിന് നമ്മൾ ഓട്ടിച്ച് വരുമ്പോഴേ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഏത് ഗിയർ ഇട്ടാൽ നല്ല രീതിയിൽ പോകും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ചെറിയ രീതിയിലൊന്ന് നോക്കാം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, പലപ്പോഴൊക്കെ നമ്മൾ കണ്ടുള്ളൂ 1 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് ഹമ്പ് അങ്ങനെ കിടക്കുക അങ്ങനെയൊക്കെ. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത് കൃത്യമായിട്ട് നമുക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് ആ ഒരു വീഡിയോ നമുക്ക് നോക്കാം. നമ്മുടെ വാഹനം ഡ്രൈവ് ചെയ്യുന്നത് ജിയോചേട്ടനാണ്. ജിയോചേട്ടൻ ആ വണ്ടിയൊക്കെ ഒതുക്കി നമ്മൾ മുന്നിലൊരു ചെറിയൊരു ഹമ്പുണ്ട്. എത്രത്തോളം ക്യാമറ കിട്ടുന്നു എന്നറിയില്ല. ഓക്കെ, അത്യാവശ്യം ചെറിയ രീതിയിൽ കാണാമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഹമ്പ് കണക്കാക്കി നമ്മുടെ ജിയോചേട്ടൻ വാഹനം ചവിട്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായി ഫസ്റ്റ് ഗിയറിലായിരിക്കും നമ്മളെ വാഹനം എടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റ് ഗിയറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഹമ്പ് കഴിയുന്ന വെച്ചാൽ അധികം ദൂരം ഇല്ല. ഓക്കെ, മാക്സിമം ഒരു 3 മീറ്ററോ 4 മീറ്ററോ ആ ഒരു അകലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഗിയറിൽ തന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഇറക്കി പോകാം. അതിന് ശേഷം ഉള്ള വീണ്ടും അങ്ങോട്ട് കുഞ്ഞു കുഞ്ഞു ഹമ്പുകളുണ്ട്. അങ്ങനെയുള്ളൊരു ഇട റോഡാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ജിയോ ചേട്ടായി ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് തയ്യാറായി ഇരിപ്പുണ്ട്. ഓക്കെ, ഇപ്പോൾ പുള്ളിക്കാരതാ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ക്ലച്ച് പൂർണ്ണമായിട്ടും ചവിട്ടി പുള്ളിക്കാരെന്തോ പൂർണ്ണമായിട്ടും ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഗിയർ വെച്ചു. അതിനുശേഷം നമ്മൾ ഹാൻഡ് ബ്രേക്കെല്ലാം റിലീസ് ചെയ്തു. ക്ലച്ച് പുള്ളിക്കാരൻ ചെറിയ രീതിയിൽ റിലീസ് ചെയ്യുകയാണ്. ഹാഫ് ക്ലച്ച് പോയിന്റ് എത്തുമ്പോൾ വാഹനം ചെറിയ മൂവായി തുടങ്ങും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്സിലേറ്റർ ചെറിയ രീതിയിൽ കൊടുക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഹാഫ് ക്ലച്ചിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്പോസിറ്റ് വാഹനോട് വന്നുകൊണ്ട് നമ്മൾ വളരെ ചെറിയ വേഗതയിലാണ് വാഹനം ഓടിച്ചത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ വാഹനം ഓഫായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വാഹനം ഹമ്പ് കയറിയ ടൈമിൽ നമ്മൾ ഓഫാക്കിയത് തന്നെ കേട്ടോ. ഓക്കെ, കൃത്യമായിട്ട് ഓഫായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, അങ്ങനെ ഓഫ് ആവുകയാണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, ഹാഫ് ക്ലച്ച് കൃത്യമായിട്ട് മെയിൻ ചെയ്യുക. ഹാഫ് ക്ലച്ച് കൊടുത്ത് അതിനുശേഷം ആക്സിലേറ്റർ ചെറിയ രീതിയിൽ കൊടുക്കുക. ഓക്കെ, ഹാഫ് ക്ലച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അല്ലാതെ ഒരിക്കലും ഹാഫ് ക്ലച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റൂല. ഓക്കെ, പലപ്പോഴായിട്ട് ഹാഫ് ക്ലച്ച് പിടിക്കുമ്പോൾ മിക്കവാറും ഒക്കെ നിങ്ങൾക്ക് ഓഫ് ആവും. പ്രാക്ടീസ് ചെയ്താൽ കിട്ടും. ഓക്കെ, പല തവണ പ്രാക്ടീസ് ചെയ്യുക, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ചെറിയ തേര് വാക്കുകളാണെങ്കിൽ പോലും അവിടെ ഇട്ട് പോലും എന്ത് ചെയ്യുക, ഹാഫ് ക്ലച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റും. ഓക്കെ, ചെറിയ കയറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ചവിട്ടി നിർത്തി എടുക്കാൻ പറ്റുള്ളൂ. കാരണം വേറെ റോഡിലൂടെ ചെന്ന് കയറുന്ന ഒരു റോഡാണ്. ഓക്കെ, നമ്മൾ ഹമ്പിനെക്കാളും ഒരുപാട് ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ പുള്ളിക്കാരി ഇപ്പോൾ ഹാഫ് ക്ലച്ച് വെച്ച് ആക്സിലേറ്റർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉണ്ടല്ലോ, ഹാഫ് ക്ലച്ച് മെയിൻറ്റെയിൻ ചെയ്ത് ഒഴിച്ച് ക്ലച്ച് റിലീസ് ചെയ്ത് ആ ഒരു പോയിന്റിൽ നിർത്തി, ക്ലച്ച് ആ ഒരു പോയിന്റിൽ നിർത്തിക്കുകയാണ്. അതിനുശേഷം ആക്സിലേറ്റർ കൊടുത്ത് നമ്മൾ എന്താണ് മെയിൻ റോഡിലോട്ട് കയറുന്നത്. നിങ്ങൾ നോക്കിയാൽ 2 വശത്ത് നോക്കിയാലും അറിയാം, രണ്ട് സൈഡിൽ നിന്ന് വാഹനം വരാൻ സാധ്യതയുണ്ട്. ഒരു കയറ്റം വാക്കുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റോഡ് നമ്മൾ ആ ഹമ്പിനേക്കാൾ ഒരുപാട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട പോർഷൻസ് ആണ് ഇത്. ഓക്കെ, നമ്മൾ കാരണം ഒരു കാരണവശാൽ ഒരാൾക്ക് പോലും ചെറിയ അപകടം പോലും പറ്റാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അത്ര ശ്രദ്ധിച്ച് തന്നെ വാഹനം ഡ്രൈവ് ചെയ്ത് പോകണം. ഓക്കെ, ഇതിപ്പോ വീണ്ടും ഒരു കയറ്റം വാക്കാണ്. അപ്പോൾ നമ്മളിവിടെ സെക്കൻഡ് ഗിയറിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു സ്കൂളുണ്ട് കേട്ടോ, ഇവിടെ ഒരു സ്കൂൾ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഹമ്പും ഉണ്ട്. ഓക്കെ, സ്കൂളിന് മുന്നോടിയായിട്ട് വളമാണ്. അപ്പോൾ വളരെ കെയർ ആയിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ വാഹനം, വളരെ കെയർ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ റോഡ് കുറച്ച് വിഷയമാണ്. നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് വാഹനം മൂവ് ചെയ്യുന്നത്. ഓക്കെ, പുള്ളിക്കാരൻ ക്ലച്ചിൽ കൂടെ കാല് വെച്ചിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, ആക്സിലേറ്റർ കൂടെ കൊടുത്ത് വാഹനം മുന്നോട്ട് എടുക്കുകയാണ്. ഹോണൊക്കെ അടിച്ച് കൃത്യമായിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മളിപ്പോൾ ഒരു സ്കൂളിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെയും വളവും കാര്യങ്ങളും ഒക്കെയാണ്, ഒരു ഇടുങ്ങിയ റോഡാണ്. ഓക്കെ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ചെറിയ ഹമ്പ് കാണാനായിട്ട് പറ്റും. ഓക്കെ, ആ ഒരു പോർഷനിൽ വീഡിയോയിൽ എത്രത്തോളം പതിയുന്നു എന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, ആ ബൈക്ക് ഇപ്പോൾ കയറിപ്പോയി ആ ഒരു പോർഷനിൽ. ഓക്കെ, ഇപ്പോൾ അമ്പത്ത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ഗിയറിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുന്നില്ല. നമ്മൾ ക്ലച്ച് ചെറുതായിട്ട് ഹാഫ് ക്ലച്ചിന് മേലെ ചെറിയൊരു മൂവിങ് പോയിന്റിൽ വെച്ച് ആക്സിലേറ്റർ ചെറിയ രീതിയിൽ കൊടുത്താണ് നമ്മൾ വാഹനം എടുത്തത്. ഓപ്പോസിറ്റ് വാഹനം കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടാണ് എടുത്തോളൂ. ഇപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ അടുത്തോ ഹോസ്പിറ്റലിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പോവുക. കാരണം
ഓപ്പോസിറ്റ് പല തരത്തിലുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ കേസ് അങ്ങനെ ചിലപ്പോൾ പെട്ടെന്ന് വേഗത്തിലൊക്കെ ആയിരിക്കും വരുന്നത്. നമ്മൾ മാക്സിമം സ്ലോ ചെയ്ത് തന്നെ അങ്ങനെയുള്ള ഹമ്പുകൾ കടന്നു പോകാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ അടുത്ത് നമുക്ക് ചെറിയൊരു ഹമ്പുണ്ട് കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് പോകണം. ഇവിടെ ഒരു ചെറിയ ഇട റോഡുണ്ട്, അപ്പോൾ അതുവഴി അത്യാവശ്യം വാഹനങ്ങൾ വരുന്ന ഇട റോഡാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ്. ക്ലച്ച് ചവിട്ടി ബ്രേക്കും ചവിട്ടി സ്ലോ ചെയ്താണ് ആ ഒരു ഹമ്പ് ഇറക്കിയത്. കാരണം അതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു കയറ്റമില്ല, ഒരു ഇറക്കം മാത്രമേ ആ ഒരു ഹമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഇപ്പുറത്ത് വീണ്ടും ഒരു ഹമ്പ് വരുന്നുണ്ട്. അവിടെ ഒരു ജംഗ്ഷനാണ്, ഒരു ചെറിയ ജംഗ്ഷനാണ്. അപ്പോൾ അവിടെയും ഹമ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് നോക്കിയെടുക്കാം. ഓക്കെ, അവിടെ 2 ഹമ്പ് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, റോഡും അത്യാവശ്യം കട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ പണി നടക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് വാഹനം മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആക്സിലേറ്റർ കൊടുത്താണ് പോകുന്നത്. ഓക്കെ, ഹാഫ് ക്ലച്ചിൽ ആക്സിലേറ്റർ കൊടുത്ത് ചെറിയ രീതിയിൽ നമ്മൾ ഹമ്പ് ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്താണ് ക്ലച്ച് റിലീസ് ചെയ്ത് വീണ്ടും കറക്റ്റായിട്ട് പോവുകയാണ്. ഇപ്പോൾ വീണ്ടും നമ്മൾ ഹാഫ് ക്ലച്ചിൽ ആക്സിലേറ്റർ കൊടുത്ത് നമ്മൾ ഹമ്പ് കയറിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഹമ്പൊക്കെ ഇറങ്ങുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട സാധനം ക്ലച്ച് തന്നെയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു പോകും. ഓക്കെ, ഓക്കെ, ഇപ്പോൾ നമുക്ക് അടുത്തൊരു വീണ്ടും ഒരു ഹമ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, അത് നോക്കിക്കൊള്ളണം. ഇപ്പോൾ നമ്മൾ ചേട്ടാ ഗിയർ ഫസ്റ്റ് വയ്ക്കുകയാണ്. ഫസ്റ്റ് ഗിയർ വെച്ച് കഴിഞ്ഞു. ഓക്കെ, ക്ലച്ച് റിലീസ് ചെയ്തു, ആക്സിലേറ്റർ ചെറിയ രീതിയിൽ കൊടുത്തു. ആ ക്ലച്ചിൽ വെച്ച് ആക്സിലേറ്റർ കൊടുത്താണ് ഗിയർ ചെയ്ത്. ഓക്കെ, നമ്മളിപ്പോൾ വാഹനം റണ്ണിങ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫ്രണ്ട് ടയർ ഹമ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്രേക്കിന് കാലെടുക്കാം. ഓക്കെ, ഇപ്പോൾ വാഹനം സ്ലോ ചെയ്ത് വരും. അപ്പോൾ ആ ഒരു ഫ്രണ്ട് ടയർ ഹമ്പ് കഴിയുന്നവരെ എന്ത് ചെയ്യുക, പയ്യെ സ്ലോ ചെയ്ത് ചവിട്ടി ഇറക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്രേക്കിന് കാലെടുത്ത് അമിത വേഗത കൊടുക്കരുത്, സ്ലോയിൽ തന്നെ എന്ത് ചെയ്യുക പോകുക. ഇപ്പോൾ അടുത്ത് ചെറിയ വീണ്ടും ഒരു ഹമ്പ് വരുന്നുണ്ട്. അപ്പോൾ അവിടെയും ചേട്ടൻ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ ബ്രേക്കിലും ക്ലച്ചിലും പുള്ളിക്കാരൻ കാല് വെച്ചിട്ടുണ്ട്. ഓക്കെ, ബ്രേക്കിലും വെച്ചിട്ടുണ്ട്, ക്ലച്ചിലും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് ടയർ ഇറങ്ങിയതിന് ശേഷമാണ് പുള്ളിക്കാരി ഇപ്പോൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലേറ്ററിലോട്ട് കാല് വെച്ചത്. അപ്പോൾ വളരെ സ്ലോയിലാണ് അതൊക്കെ. ഓക്കെ, നമ്മൾ ഇപ്പോൾ വീണ്ടും പുള്ളിക്കാരൻ ഹമ്പ് എത്തിയപ്പോൾ എന്ത് ചെയ്തു, ബ്രേക്കിൽ കാല് വെച്ചിട്ടുണ്ട്. ഓക്കെ, ബ്രേക്കിൽ കാല് വെച്ചു. ഫ്രണ്ട് ടയർ ഇറങ്ങിയപ്പോൾ പുള്ളിക്കാരൻ എന്താ ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. ഓക്കെ, അപ്പോൾ വാഹനം ഓഫായി. ഓക്കെ, നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ഗിയർ വെച്ചു. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ പറ്റിയെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഗിയർ മാറ്റിയില്ല, സെക്കൻഡ് ഗിയറിലാണ് വന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ വാഹനം നല്ല സ്ലോയും ആയിരുന്നു. ആ ടൈമിലാണ് നമുക്ക് വാഹനം ഓഫായത്. അപ്പോൾ നിങ്ങൾ മാക്സിമം വളരെ സ്ലോയിലാണ് ഹമ്പൊക്കെ ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഗിയർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ അതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ചിലരൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മളിപ്പോൾ 4ാമത്തെ ഗിയറിലൊക്കെയാണ് വാഹനം പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹമ്പെത്തുമ്പോൾ ഏത് ഗിയർ ചേഞ്ച് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊന്നും വേറെ ഒന്നുമില്ല. നമ്മൾ ഹമ്പിൻ്റെ വലിപ്പം അനുസരിച്ച് അത്യാവശ്യം വാഹനം അത്യാവശ്യം റണ്ണിങ് പോകുമെങ്കിൽ നമ്മൾ സെക്കൻഡ് ഗിയറിലൊക്കെ പോയാൽ മതി. അതല്ല അത്യാവശ്യം ചവിട്ടിയാണ് പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഗിയർ വയ്ക്കുക. ഇപ്പോൾ 4ാമത്തെ ഗിയറിലാണെങ്കിലും 3ാമത്തെ ഗിയറിലാണെങ്കിലും ഗിയർ നമുക്ക് ന്യൂട്രൽ പോയിന്റ് വന്നിട്ട് നമുക്ക് ഫസ്റ്റ് വയ്ക്കുക. അതിന് വേറെ ഒരു കുഴപ്പമില്ല. അപ്പോൾ മാക്സിമം നമ്മൾ നോക്കി കെയർഫുള്ളായിട്ട് എന്ത് ചെയ്യുക, വാഹനം ഓടിക്കുക. ഓക്കെ, വളരെ ചവിട്ടി സ്ലോയിൽ ഹാഫ് ക്ലച്ചൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും പറ്റുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മളിവിടെ കൂടെയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ ചിലപ്പോൾ നല്ല സ്പീഡിലൊക്കെ പോകുന്ന അവരും ചിലപ്പോൾ വാഹനം ഓഫായി തന്നെ ആയിരിക്കും പഠിക്കുന്നത്. ഓക്കെ, ആരും ആദ്യമേ പഠിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക. ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ മറുപടി ഉറപ്പായിട്ട് തരും. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ.